അങ്ങനെ അവസാനം വീണ തൈക്കണ്ടിയിലെ കൈവിട്ട് CPM. വെളിപാടുണ്ടായതുപോലെ CPM പറയുകയാണ്, ഞങ്ങളിനി വീണയുടെ കേസിൽ ഇടപെടുന്നതല്ല. പിണറായി വിജയനെ ഇതിൽ കണക്ട് ചെയ്യുമെങ്കിൽ മാത്രമേ പാർട്ടി പ്രതിരോധിക്കാനുള്ളൂ. പിണറായി വിജയനെ കണക്ട് ചെയ്തില്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിനില്ല. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കർത്തയുടെ CMRL തമ്മിൽ എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ തൈക്കണ്ടിയിലും വീണയുടെ ഭർത്താവും മുഹമ്മദ് റിയാസും നോക്കിക്കോണം. മുഹമ്മദ് റിയാസിനെ കണക്ട് ചെയ്താലും ചിലപ്പോൾ പാർട്ടി പ്രതിരോധം തീർക്കും. കാരണം അദ്ദേഹം പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ സംസ്ഥാന വലിയ നേതാവാണ്. പിണറായി വിജയനെതിരെ വന്നാലും ഞങ്ങൾ കൈവയ്ക്കും, അല്ലാതെ ഞങ്ങൾ ഇതിലില്ല എന്നാണ് പാർട്ടിയുടെ വികാരം മനസ്സിലാക്കി CPM ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. എന്തിനാണ് തിരുവനന്തപുരത്ത് EDയുടെ വാഹനം അടിച്ചു പൊളിച്ച് 25 സഖാക്കൾ അകത്ത് കിടക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സാധാരണ ഈ സഖാക്കൾ ധരിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോയി കഴിഞ്ഞാൽ ഒരു കേസ് വരും, അല്ലെങ്കിൽ ഒരു ബന്ദ്, പണ്ടുമൊക്കെ ബന്ദിനൊക്കെ പോയി കഴിഞ്ഞാൽ കേസ് വരും. ആ കേസ് കോടതി പോകുമ്പോൾ അങ്ങ് ലൂസായി പോകും. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ 2 ഇടിയെങ്ങാനും കിട്ടണമെങ്കിലേ ഉള്ളൂ. ഇടിക്കാത്ത പോലീസുകാരും ഉണ്ടല്ലോ. അപ്പോൾ ആ സംഘർഷത്തിൽ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റുകയാണെങ്കിലുണ്ട്. അല്ലെങ്കിൽ നേരെ നന്ദാവനം ക്യാമ്പസിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, നേരെ ഉടനെ തന്നെ കോടതിയിൽ കൊണ്ടുപോകും. കോടതി അങ്ങ് റിമാൻഡ് ചെയ്യും. 1-2 ദിവസം കഴിയുമ്പോൾ ജാമ്യം കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ കേസ് പറഞ്ഞാൽ കേസ് വെറുതെ വിടും. കാരണം ഇതൊക്കെ ഈ പൊളിറ്റിക്കൽ ഇതായതുകൊണ്ട്, പൊതു താല്പര്യമായിട്ടുള്ള സമരങ്ങളായതുകൊണ്ട് വെറുതെ വിടും. ഇങ്ങനെ തന്ത്രത്തിൽ ഇതും ഇങ്ങനെയൊക്കെ വരികയുള്ളൂ. പാർട്ടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് EDയെ തല്ലിയത്. പാളി, പാലും വെള്ളത്തിൽ കിട്ടും പണി. പശ്ചിമബംഗാളിൽ EDയെ ഇതുപോലെ തല്ലിയതിന് 7 വർഷത്തെയാണ് തടവ് ശിക്ഷയ്ക്ക് അവിടെ പലരും ഈ പകത്ത് കിടക്കുന്നത്. കാപ്പ നിയമത്തേക്കാൾ വലിയ നിയമമാണ് പാർലമെൻ്ററി പിന്നെ അധികാരമുള്ള, അതായത് പാർലമെൻറ്റ് പോലെ അധികാരമുള്ള കുറേ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. CBI, ED, കോടതി, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് കോടതി ജാമ്യം പോലും കൊടുക്കാത്തത്. അപ്പോൾ 25 പേര് പകത്ത് കിടക്കുന്നവരുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി വരും. ഇത് പാർട്ടി മനസ്സിലാക്കിയിട്ടായിരിക്കും ഇനിയും സഖാക്കളെ അങ്ങോട്ട് കുരുതി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും വളരെ കൃത്യമായി ഇത് കേസ് പറഞ്ഞവരെ ഇറക്കുക എന്നുള്ളതിനപ്പുറം ഇനി ഇതിൽ പിടികൊടുത്താൽ പാർട്ടി നാറും. വരാനിരിക്കുകയാണ് സമ്മേളനങ്ങൾ. താഴേക്കിനി പിന്നെ ബ്രാഞ്ച് സമ്മേളനമുണ്ട്, ലോക്കൽ സമ്മേളനമുണ്ട്, ഏരിയ സമ്മേളനമുണ്ട്, ജില്ലാ സമ്മേളനമുണ്ട്, സംസ്ഥാന സമ്മേളനമുണ്ട്, പാർട്ടി കോൺഗ്രസ് ഉണ്ട്. വരാനിരിക്കുകയാണ് എല്ലാം. ആ സമയത്ത് ഇതെല്ലാം കൂടി പിന്നെ സുനാമി വന്നതുപോലെ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നതുപോലെ, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പോലെ എല്ലാം കൂടി എടുത്ത് മറിച്ച് കൺഫ്യൂഷനായി മുഴുവൻ പാർട്ടി സഖാക്കളും പാർട്ടിക്കെതിരെ തിരിഞ്ഞാലോ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് വീണയുടെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി എന്ന് തീരുമാനമെടുത്തത്. എന്തായാലും അതുകൊണ്ട് വീണയെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ല. പാലക്കാട് ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന NN കൃഷ്ണദാസ് മുൻ MP പറഞ്ഞു, വീണ കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വേണം? വീണയ്ക്ക് പിന്നെ മാസപ്പടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ പറഞ്ഞോണം മറുപടി. ഞങ്ങൾക്ക് എന്ത് കാര്യം? ഞങ്ങളുടെ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെയോ ഞങ്ങളുടെ പാർട്ടിയുടെ മുൻമന്ത്രിയോ പിടിച്ചാൽ ഞങ്ങൾ ഇടപെടും. അല്ലാതെ വീണ ഞങ്ങളുടെ പാർട്ടി മെമ്പറുമല്ല, ഞങ്ങളുമായിട്ട് അങ്ങനെ ഒരു കുടുംബ ബന്ധം മാത്രമല്ലാതെ പിണറായി വിജയൻ്റെ മകൾ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ എന്നതിനപ്പുറം പാർട്ടിയുമായി ഒരു ഗ്രാസ് റൂട്ട് ലെവലിലോ കുലബന്ധമോ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഞങ്ങൾ ഇതിനകത്ത് പ്രതിരോധിക്കാൻ പോകുന്നില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. അതൊരു സ്ട്രാറ്റജിക് നിലപാടാണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നിലപാടെടുത്തതിൽ മറ്റൊരു സ്ട്രാറ്റജി ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ EDക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ പിണറായി വിജയനെ തുടണ്ട, തൽക്കാലം മോള് കേസ് പറഞ്ഞൊക്കെ പൊക്കോട്ടെ, ഇപ്പുറത്തേക്ക് നിങ്ങൾ കണക്ട് ചെയ്യരുത്. കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും തല്ല് കിട്ടും, അല്ലെ ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൂടി EDക്ക് കൊടുക്കുന്നതാണോ എന്നറിയില്ല. എന്തായാലും ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹാജരാവാൻ ED സമൻസ് കൊടുത്തിരിക്കുകയാണ്. ഇനി വലിയ 8-9 പേർക്ക് സമൻസ് കൊടുത്തിട്ടുണ്ട്, കർത്താക്ക് കൊടുത്തിട്ടുണ്ട്, ഈ എക്സാലോജിക്കിൻ്റെ കമ്പനി MD എന്നുള്ള നിലയിൽ വീണ വിജയന് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് കാണുക? കോടതിയിൽ ചെല്ലുമ്പോൾ അതുപോലെ അവരുടെ സ്വത്ത് 10-18 കോടി രൂപ ഇവരുടെ എല്ലാവരുടെയും കൂടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു പണിയാണ്, 8ൻ്റെ പണിയാണ് ഈ സംഭവത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ വരാതെ തന്നെ ഇതിനെ രക്ഷിച്ചെടുക്കാമായിരുന്നു. അധികാരമുള്ളപ്പോൾ താനാണ് രാജാവ്, താനാണ് അധികാരി, തന്നെ ഒന്നും ചെയ്യാനില്ല
എന്നുള്ള ഒരു ഭയത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ കുടുംബവുമൊക്കെ ഇതിനകത്ത് വന്ന് മകളുമൊക്കെ ED-യുടെ അടുത്ത് പോയി അവിടെ പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണ്ടായിരുന്നു. എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, എത്രയോ മുഖ്യമന്ത്രിമാർക്ക് ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ആൺമക്കളുണ്ടായിരുന്നു, എത്രയോ വലിയ വലിയ സംവിധാനത്തിൽ അവരൊക്കെ ഏതെങ്കിലും സർക്കാരിൻ്റെ പോസ്റ്റ് VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ ഒരു IHRDയുടെ ഡയറക്ടർ, അങ്ങനെയൊക്കെ ഏതെങ്കിലും, പിന്നെ മകൾ പിന്നെ രാജീവ് ഗാന്ധി സെൻറ്ററിലെ ബയോടെക്നോളജി സെൻറ്ററിലെ സയൻറ്റിസ്റ്റ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അതിലൂടെ അങ്ങ് ഒതുങ്ങി കൂടുന്നതല്ലാതെ ഇതുപോലത്തെ തെക്കട തരികിട തണ്ടിനുമുണ്ട് പരിപാടികൾ ചെയ്ത് അച്ഛനും കുടുംബത്തിനുമൊക്കെ പേരുദോഷമുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വീണ തൈക്കണ്ടിയിലും മാറിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇത് ആവശ്യമില്ലാത്തൊരു മാസപ്പടി കേസായിരുന്നു. അവർ കമ്പനി നടത്തുക, കമ്പനിയുടെ വഴിക്ക് പോവുക. കമ്പനി സ്വാഭാവികമായിട്ട് അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു, ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുമ്പോൾ കുറേ പ്രോജക്റ്റുകൾ കിട്ടും. ആ പ്രോജക്റ്റ് അങ്ങ് നടത്തി പോയാൽ പോരെ. അതിനപ്പുറം മാസപ്പടി വാങ്ങുക, മാസപ്പടിയിൽ ഒരു സേവനവും കൊടുക്കാതിരിക്കുക, അത് ഒരു മെയിൽ പോലും അയക്കാതിരിക്കുക, അല്ലെങ്കിൽ വോക്കലായിട്ട് പോലും ഒരു വാട്സപ്പ് മെസ്സേജ് പോലും അയച്ച് ഒരു സർവീസും കൊടുക്കാതിരിക്കുക, 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങുക, 3-4 വർഷം ഈ പൈസ വാങ്ങുക, 1-2 കോടി രൂപ കമ്പനിക്ക് നഷ്ടം വരിക, അവരുടെ IT റിട്ടേൺസിൽ ഇത് പ്രതിഫലിക്കുന്നു, AG പിടിക്കുന്നു, ഓഡിറ്റർ പിടിക്കുന്നു. എന്താണിത്? ഇതറിയത്തില്ലേ? കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിക്കണ്ടേ? എത്രയോ കള്ളന്മാരുടെ കക്കുന്നു, എത്രയോ പൊളിറ്റിക്കൽ ലീഡർമാർ കക്കുന്നു, ബ്യൂറോക്രാറ്റുകൾ കക്കുന്നു, നല്ല കാശുണ്ടാക്കുന്നു. സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന നേതാവ് ഇമ്പാലയിൽ പോണത് നമ്മൾ തമാശയ്ക്ക് പോലും പറയാറുണ്ടല്ലോ. വലിയ വീട് വയ്ക്കുന്ന നമ്മൾ കാണാറില്ലേ? വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന കാണാറില്ലേ? മക്കളെയൊക്കെ വിദേശത്തേക്ക് പഠിപ്പിക്കുന്ന നമ്മൾ കാണാറില്ലേ? ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ? അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ തെറ്റില്ല എന്നല്ല, അതൊക്കെ അവർക്ക് നിൽക്കാനറിയാം. ഇതിപ്പോൾ കക്കാൻ അറിഞ്ഞൂടാ, കട്ടാൽ നിൽക്കാനും അറിഞ്ഞൂടാ. ആകെ ജഗപുകയായി, പാർട്ടിക്കും പേരുദോഷമായി, CM-നും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും മുൻ മുഖ്യമന്ത്രിക്കും പേരുദോഷമായി. ആകെ ഒരു കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു ഗുരുതരമായ പ്രതിസന്ധിയായി. അപ്പോൾ പാർട്ടി പറയുന്നു, വീണയ്ക്ക് വീണയുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി.